ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്കുള്ള ഡിവൈൻ ഗൈഡൻസ് എന്താണ്. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് റെസൊണേറ്റ് ചെയ്യും. ഫസ്റ്റ് വന്നിരിക്കുന്ന ദ ഹാങ് ദ മാൻ കാർഡ് സൂചിപ്പിക്കുന്നത് ഈ ഒരു ബന്ധം ഒരു സ്റ്റക്ക് അവസ്ഥയിലാണ്. മുന്നോട്ടുമില്ല പിന്നോട്ടുമില്ലാത്ത ഒരവസ്ഥ. ഈ ഒരു അവസ്ഥ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, ഞാനൊന്ന് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന ഒരു മെൻറ്റാലിറ്റി. ഇവിടെ ഒരാളെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേയേറെയായി. ഒരുപാട് വിഷമിച്ച് ഒരുപാട് മെൻ്റലായിട്ട് ഡിപ്രസ്ഡ് ആയിട്ട് അവരുടെ ഒരു വരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു എനർജി ഉണ്ടായിരിക്കാം നിങ്ങൾക്കിടയിൽ. അതായത് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ. എന്ത് ചെയ്താൽ ഈ ഒരു ബന്ധത്തിനൊരു തീരുമാനമാകും എന്നും അറിയില്ല. 10 ഓഫ് വാണ്ട്സ് കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ചുമക്കുന്ന ഭാരങ്ങൾ. ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് ഇമോഷണൽ റെസ്പോൺസിബിലിറ്റിയെ സൂചിപ്പിക്കുന്നു. എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നത് എന്താണ്, എൻ്റെ സ്നേഹം അത് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരിക, അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, ഒരുപാട് ക്ഷമിക്കുന്നത്, വീണ്ടും വീണ്ടും ചാൻസ് കൊടുക്കുന്നത് എല്ലാം നിങ്ങളുടെ എനർജിയാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ നിങ്ങളുടെ ഒരു സ്നേഹം മാത്രമല്ല കലർന്നിരിക്കുന്നത്, ശരിക്കും നിങ്ങളുടെ ഒരു ചിന്താഗതികളെ എല്ലാം തകിടം മറിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ടുന്ന ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ അങ്ങനെ നിങ്ങളെ നിർജീവമാക്കിക്കൊണ്ട് കടന്നുപോയ ഒരു ബന്ധത്തെയാണ് ഇവിടെ കാണുന്നത്. ഞാൻ ഒരുപാട് സഹിച്ചിട്ടുണ്ട്, എനിക്ക് അത്രത്തോളം ഒരു സഹനശക്തി തന്നിട്ടുണ്ട് എന്നൊക്കെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടായെങ്കിൽ തന്നെ ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം ആലോചിക്കുക, ഒരു ബന്ധത്തിൽ ഒരു 2 സൈഡിൽ നിന്നും ഉള്ള എഫർട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ബന്ധം അത് ഒരു സൈഡിൽ നിന്നും മാത്രം, അതായത് നിങ്ങളുടെ ഭാഗത്തു നിന്നും മാത്രം നിങ്ങൾ എപ്പോഴും ഗിവറായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ വീണ്ടും റീതിങ്ക് ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഏസ് ഓഫ് വാണ്ട്സ് കാർഡ് സൂചിപ്പിക്കുന്ന ഒരു ടേണിംഗ് പോയിന്റിനെയാണ്, അതായത് ഈ ഒരു ബന്ധത്തെ സംബന്ധിക്കുന്ന ഒരു ടേണിംഗ് പോയിന്റ്. അതായത് 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് മുൻപിലേക്ക് വരുന്നുണ്ട്. ഓപ്ഷൻ 1 പറയുന്നത് ഒരു ഓപ്പൺ കോൺവെർസേഷനെ സൂചിപ്പിക്കുന്നു. ഈ ഒരു ബന്ധത്തിൽ ശരിക്കും ഒരു തുറന്ന സംസാരം നിങ്ങൾക്കിടയിലേക്ക് വരുന്നു. ക്ലിയർ ആയിട്ടുള്ള ഡിസിഷൻ അതുവഴി എടുക്കാൻ സാധിക്കുന്നു. പഴയ പാറ്റേൺ എല്ലാം തന്നെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു പുതിയ പാതയിലേക്ക് ഈ ഒരു ബന്ധം പോകാനുള്ള ഒരു ചാൻസ്. 2ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ചിലർക്കെങ്കിലും ഒരുപാട് നാളായിട്ട് വർഷങ്ങളായിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു എനർജി ആണെങ്കിൽ ഈ ഒരു ബന്ധത്തെ സംബന്ധിക്കുന്ന ഒരു സത്യം നിങ്ങൾ അറിയാൻ പോകുന്നു. അതിൽ കൂടി നിങ്ങൾ ശരിക്കും ചേഞ്ചായി നിങ്ങൾ ഇതുവരെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരേ നിർജീവമായ ഈ ഒരു കാത്തിരിപ്പ് അത് അവസാനിപ്പിച്ച് പുതിയൊരു എനർജിയിലേക്ക് പോകുന്നു എന്ന് കാണിക്കുന്നു. ഏസ് ഓഫ് വാണ്ട്സ് കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു പഴയ പോലെയുള്ള ഒരു പാറ്റേണിൽ ഈ ഒരു ബന്ധം മുമ്പോട്ട് പോവില്ല. എത്രയൊക്കെ ചേഞ്ച് ചെയ്യേണ്ട എന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ തന്നെയും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 99% ആളുകളും ഈ ഒരു 2 ഓപ്ഷൻസിലേക്ക് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് മാറേണ്ടിയിരിക്കുന്നു. നിങ്ങൾ പോലും അറിയാതെ അത് നിങ്ങളിലേക്ക് അട്രാക്റ്റായി വരും. നിങ്ങൾ ഈ ബന്ധത്തിൽ ഒരുപാട് സഹിച്ചതായിട്ട് കാണുന്നുണ്ട്, കാത്തിരിപ്പുണ്ട്, ത്യാഗം ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ അതിൻ്റെയൊക്കെ ഒരു ഫയർ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനിയൊരു തീരുമാനം എടുത്തേ പറ്റൂ എന്നുള്ള ഒരു ഫയർ അത് നിങ്ങളെ കൊണ്ട് ശരിക്കും ഒരു തീരുമാനം എടുപ്പിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് ഒരുപാട് സ്നേഹത്തോടു കൂടി മടങ്ങി